ഗവർണറെ മറികടന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇടപെടൽ. കാലിക്കറ്റ് സർവകലാശാല രജിസ്ട്രാറോട് ഹിയറിംഗിന് ഹാജരാകാൻ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ മന്ത്രിക്ക് നൽകിയ പരാതിയിലാണ് നടപടി. ഹിയറിംഗിനെത്താൻ ആവശ്യപ്പെട്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സർവകലാശാലയ്ക്ക് കത്ത് കൈമാറി. നിയമപ്രകാരം ഗവർണർക്ക് മാത്രമേ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്താൻ അധികാരമുള്ളൂ. ഗോപാൽ ഷീല സനലുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഗോപാൽ, ഇപ്പോൾ ഗവർണറെ മറികടന്നുകൊണ്ടാണ് മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. സർക്കാരും ഗവർണറും തമ്മിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ പോകുന്നു എന്ന വാർത്തകൾക്കിടെയാണല്ലോ ഇപ്പോൾ മന്ത്രി ഇത്തരത്തിൽ രജിസ്ട്രാറോട് ഹിയറിംഗിന് ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതേ വിനിത, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കേണ്ടത് സർക്കാർ പാസാക്കിയ എന്നാൽ ഗവർണർ അംഗീകരിക്കാത്ത സർവകലാശാല നിയമ ഭേദഗതി പ്രകാരമുള്ള അധികാരമാണ് ഇവിടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് സംഭവം വിശദീകരിക്കുകയാണെങ്കിൽ കാലിക്കറ്റ് സർവകലാശാലയിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറായിട്ടുള്ള സക്കീർ ഹുസൈൻ VP നൽകിയ പരാതിയിലാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്ഥാനക്കയറ്റവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പരാതി നൽകുകയും ആ പരാതിയിന്മേലുള്ള ഹിയറിംഗിന് സർവകലാശാല രജിസ്ട്രാറെ ഈ വരുന്ന ജൂൺ 4 തീയതി തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ചിരിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് മുൻപാകെ ജൂൺ 4 തീയതി ഉച്ചയ്ക്ക് സെക്രട്ടേറിയറ്റ് അനക്സ് 2 നടക്കുന്ന ഹിയറിംഗിൽ ഹാജരാകണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതുവരെ സർവകലാശാല നിയമപ്രകാരം യാതൊരു തരത്തിലുള്ള അധികാരവും സർക്കാരിനും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയോ ഇത്തരത്തിലൊരു ഉയർന്ന ഉദ്യോഗസ്ഥനെ വിളിച്ച് ഹിയറിംഗ് നടത്തുന്നതിന് വേണ്ടി കഴിയില്ല. പകരം ഗവർണർക്ക് മാത്രമേ ഇത്തരം പരാതികളിൽ തീർപ്പ് കൽപ്പിക്കുവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലേക്കുള്ള ഹിയറിംഗ് നടത്തുവാനോ ഉള്ള അധികാരമുള്ളൂ. അത്തരത്തിൽ ഗവർണർ മാത്രം ഉപയോഗിക്കുന്ന അധികാരം ഇവിടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി സ്വന്തം നിലയ്ക്ക് എടുത്ത് പ്രയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി സൂചിപ്പിക്കാനുള്ളത്. ശരി, ഗോപാൽ ഷീല സനലാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകി.